പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, മനുഷ്യരിൽ നിന്ന് പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടാം. കാരണം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഉത്തമഗീതം അതിൻ്റെ 8-ാം അധ്യായമാണ്. ഉത്തമഗീതം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട് ഉത്തമഗീതം, വളരെ ഉത്തമമായ ഗീതം എന്നാണ് ഇതിൽ ശലോമോൻ ഈ ഗ്രന്ഥത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശലോമോൻ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഒരു കാവ്യ ഗ്രന്ഥമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. കാരണം ഇതിലെ ഓരോ വരികളും വളരെയധികം കാവ്യാത്മകമായാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നിയേക്കാം, എങ്കിലും ഇതിന്റെ ആഴം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അധികം ശ്രേഷ്ഠതയുള്ള കുറെ വാക്യങ്ങൾ നമുക്ക്, വളരെ ശ്രേഷ്ഠതയുള്ള ദൈവത്തിന്റെ വചനം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അധ്യായങ്ങളൊക്കെ തന്നെ ദൈവവും സഭയും, ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. അതിനർത്ഥം നാമും നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തെയാണ് ഈ അധ്യായങ്ങളൊക്കെ കാണിക്കുന്നത്. അതിന്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, 8-ന്റെ 5-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, മരുഭൂമിയിൽ നിന്ന് തന്നെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നോരിവൾ ആർ. മരുഭൂമി എന്ന് പറയുമ്പോൾ, ഒരു ക്രിസ്തീയ പൈതലിന്റെ മരുഭൂയാത്ര എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ക്ലേശമാണ് കാണിക്കുന്നത്, അല്ലേ? കാരണം മരുഭൂയാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇസ്രായേൽ മക്കളെയാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര വളരെ കഷ്ടതയുള്ളതായിരുന്നു, അല്ലെ? ക്ലേശം നിറഞ്ഞതായിരുന്നു. ഒരു പുതുനിയമ ഭക്തനെ നമ്മുടെ ക്രിസ്തുവേശുവിലുള്ള നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ മരുഭൂ യാത്രയായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. നമ്മൾ പാട്ട് പാടാറുണ്ട്, മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. നമ്മുടെ ഈ കഷ്ടതയിൽ, നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നൊരു മരുഭൂ യാത്രയാണ്. ഈ യാത്രയിൽ നമുക്ക് ചാരിടുവാൻ ഒരു നല്ല നായകൻ, ഒരു നല്ല പ്രിയൻ നമുക്കുണ്ട്. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടെ രോഗത്തിൽ, ദുഃഖത്തിൽ ഒക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിയാലും നമ്മളെ തള്ളിക്കളയാത്തൊരു നല്ല അപ്പൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതേപോലെ അതിന് 6-ാം വാക്യം വായിക്കുമ്പോൾ, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേൽ വെച്ചുകൊള്ളണമേ. എന്നല്ലേ, എത്ര ശ്രേഷ്ഠകരമായ വാക്കുകളാണല്ലേ. ഒരു മുദ്രമോതിരം എന്ന് പറഞ്ഞാല്, മുദ്രമോതിരം എന്ന് പറയുമ്പോൾ അത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അത് ശ്രദ്ധിക്കപ്പെടുന്നൊരു വസ്തുവാണ്, മുദ്രമോതിരമാണ്. അത് അങ്ങനെ മാറ്റി വെക്കുവോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സൂക്ഷിക്കാൻ കൊടുക്കുവോ അങ്ങനെ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പൊ എനിക്കൊരു മുദ്രമോതിരം ഉണ്ടെങ്കിൽ അത് എന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. അതേപോലെ നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിക്കണമെന്നാണ് ദൈവത്തോട് പറയുന്നത്. ആ മുദ്രമോതിരം എന്റെ കരങ്ങളിലാണെങ്കിൽ അത് എന്റെ കരത്തിലാണ്, അത് മറ്റാർക്കും എടുത്തു കളയാൻ സാധിക്കുകയില്ല. അത് എന്റെ കരത്തിൽ സുരക്ഷിതമാണ്. എനിക്കറിയാം അത് എന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്, എന്റെ കരങ്ങളിലുണ്ട്. അതെന്റെ ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ അതൊരിക്കലും മാഞ്ഞു പോകില്ല. ഇനി ആരൊക്കെ തന്നെ മായ്ച്ചാലും എന്റെ ഹൃദയത്തിലാണെങ്കിൽ അതിനെ മായ്ച്ചു കളയാൻ ഒന്നിനും സാധിക്കില്ല. അതേപോലെ നാമും നമ്മുടെ കർത്താവുമായുള്ള ബന്ധം ഒരു മുദ്രമോതിരം പോലെ ആകും, അല്ലെ? എത്ര ശ്രേഷ്ഠകരമായ ഒരു പദവിയാണത്, അല്ലെ? നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ എപ്പോഴും സുരക്ഷിതമാണ്. നമ്മൾ വചനം വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. അതുപോലെ ഉള്ളം കരത്തിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കരത്തിൽ നമ്മൾ സുരക്ഷിതരാണെങ്കിൽ, നമ്മൾ എത്ര പ്രയാസത്തിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞാലും, എത്ര ദുഃഖത്തിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞാലും, അതൊക്കെയും നമുക്ക് നിഷ്പ്രയാസം മുന്നേറി ജീവിക്കാൻ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ഓട്ടക്കളത്തിൽ, ഈ മരുഭൂയാത്രയിൽ നമുക്ക് സാധിക്കും. അതേപോലെ അതിന്റെ ജ്വലനം അഗ്നിജ്വലനം ഒരു ദിവ്യജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്താൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. അപ്പോൾ വചനം വായിക്കുന്നുണ്ട്, ദൈവമായുള്ള നമ്മുടെ ബന്ധത്തെ ആപത്ത്, പട്ടിണി, വാള്, ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാലും, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് തന്നെ വന്നാലും ക്രിസ്തുവുമായുള്ള നമ്മുടെ സ്നേഹത്തെ ഒരിക്കലും അത് മാറ്റിക്കളയുകയില്ല എന്ന് വചനം വായിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ആഴി നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും, അഗ്നിജ്വാല കടന്നു വന്നാലും, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമ്മളെ ഒരിക്കലും മാറ്റിക്കളയാൻ സാധിക്കില്ല. പ്രിയ മക്കളെ, കഷ്ടത വരട്ടെ, പ്രയാസം വരട്ടെ, ശത്രുവിന്റെ പോരാട്ടം വരട്ടെ, ഒരു ക്രിസ്തീയ പൈതന്റെ ജീവിതത്തിൽ എപ്പോഴും അവന് ശത്രുവുമായുള്ള പോരാട്ടമുണ്ട്. ശത്രുവുമായ ഒരു വാർ എപ്പോഴും അവന്റെ ജീവിതത്തിലുണ്ട്. പ്രാർത്ഥന എന്ന ഒരു ആയുധം നമ്മൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് ചാരങ്ങൾ നല്ല അപ്പനുണ്ട്.
നമ്മൾ ഈ കഷ്ടതയിൽ ജീവിക്കുമ്പോൾ, പ്രയാസത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചാരുവാൻ നല്ലൊരു മാർവിടമുണ്ട്, നല്ലൊരു പിതാവുണ്ട്. നമ്മളെ പ്രയാസത്തിലൂടെയും കഷ്ടത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളെ മോതിരമായി സൂക്ഷിക്കുന്ന ഒരു നല്ല അപ്പൻ നമ്മുടെ കരങ്ങളിൽ, നമ്മൾ എപ്പോഴും ആ അപ്പൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ് നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു കാര്യം ഉറപ്പാണ്, നമ്മളൊരു മരുഭൂമി യാത്രയിലാണ്. നമ്മുടെ മേൽ ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, മനുഷ്യരിൽ നിന്ന് പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടാം. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു സുഖ ജീവിതമല്ല. ഒരു ഇടുങ്ങിയ വാതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതികൂലങ്ങൾ ആ വാതിലൂടെ നമ്മൾ കടന്നു പോകുന്ന നമുക്കുണ്ട്. എന്നാൽ അതിന്മേൽ ഒരു ജയം നമുക്ക് കർത്താവ് വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടിയാണോ നമുക്ക് ചിന്തിക്കാം. ദൈവത്തോടുള്ള വാഗ്ദത്തം മുറുകെ പിടിച്ച് നമുക്ക് ദൈവത്തോടും ആ സ്നേഹബന്ധത്തിൽ മുന്നേറാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതേപോലെ ദൈവത്തിന്റെ വചനത്തിൽ എപ്പോഴും നമ്മൾ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനത്തെ എപ്പോഴും ഭക്ഷിച്ച് മുന്നേറുകയാണെങ്കിൽ ദൈവം നമ്മളെ ഒരു മോതിരമാക്കി അവന്റെ കരങ്ങളിലൂടെ ഭദ്രമായി നമ്മൾ സൂക്ഷിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ മരുഭൂമിയിൽ യാത്രയിൽ ചാരുവാൻ ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. ആ ഒരു പ്രോമിസ് ഉള്ളിടത്തോളം കാലം നമ്മൾ ലജ്ജിച്ചു പോകുവാനോ, നമ്മൾ വാടിപ്പോകുവാനോ, നമ്മൾ നശിച്ചു പോകുവാനോ നമ്മുടെ അപ്പൻ ഇടയാക്കത്തില്ല. നമ്മുടെ കൂടെ നല്ല ഒരു പിതാവുണ്ട്. ഈ വചനങ്ങൾ ദൈവം